അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പൊ ഇങ്ങനെ ഒരു വോയിസിൽ വരാനുള്ള കാരണം, ഇന്നലെ പെരിന്തൽമണ്ണയിൽ ഒരു പത്രസമ്മേളനം നടത്തും. സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന സംഘടനയുടെ പത്രസമ്മേളനമായിരുന്നു. ഇന്ന് ആ ബോർഡിന്റെ ഓഫീസ് ഉദ്ഘാടനം നടക്കുകയാണ്. അപ്പൊ അതിന്റെ ലക്ഷ്യങ്ങളിൽ ഒരൊറ്റ വോയിസ് മാത്രം കേൾപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക, മനുഷ്യനെ സ്നേഹിക്കുക. ദേശീയ ഗവൺമെന്റ് കീഴിൽ അവരെ പിൻപറ്റിക്കൊണ്ടാണ് സൂഫി ഇസ്ലാമിക് ബോർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഭാരതം? ഭാരതത്തിന്റെ ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തി മതം വെടിയുക, മനുഷ്യനാകുക. ഇതാണ് പുതിയ സൂഫികളുടെ മുദ്രാവാക്യം. മതം വെടിഞ്ഞിട്ട് മനുഷ്യനാകുക. അപ്പൊ ഇതിൽ നിന്ന് ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? മതത്തിൽ മനുഷ്യത്വം ഇല്ല എന്നായല്ലോ. അത് ഇസ്ലാം മതാണെങ്കിലും ഹിന്ദു മതാണെങ്കിലും ക്രിസ്ത്യൻ മതാണെങ്കിലും ബുദ്ധ മതാണെങ്കിലും എന്ത് മതമാണെങ്കിലും അതില് മനുഷ്യത്വമില്ല. അതുകൊണ്ട് മതങ്ങളൊക്കെ വെടിഞ്ഞിട്ട് മനുഷ്യനാകാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരേ ഒരാളുകൾ ഇവിടെ സൂഫികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇതിന് കൊട പിടിക്കുന്നതോ കേന്ദ്ര ഗവൺമെന്റും. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിനും ഇതുണ്ടാകാൻ പാടില്ല. മതങ്ങളൊന്നും ഉണ്ടാവൂലല്ലോ. അവരും മതം വെടിഞ്ഞ് മനുഷ്യനായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ സപ്പോർട്ടോടുകൂടെയാണ് ഇത് ഈ സംഘടന നിലവിൽ വന്നിട്ടുള്ളതെന്ന് ഇതിന്റെ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. എന്നാ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ബൈലോയിൽ പറഞ്ഞൊരു വിഷയം ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരൊന്ന് ഉണർത്തുകയാണ്. ഇതാ, സൂഫി ഇസ്ലാമിക് ബോർഡ് 2013 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സംഘടനയാണ്. ഇതിന്റെ ലക്ഷ്യം, ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം അടിസ്ഥാനപരമായ ഇസ്ലാമിക് ആശയധാരകളെ പ്രതിരോധിക്കുകയും സൂഫി പാരമ്പര്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് മതമില്ലാത്ത ഈ കള്ള സൂഫികളുടെ വാദം എന്താണ്? മതമില്ലാത്തവരൊക്കെ നേരക്ക് വരുന്നത് ഇസ്ലാമിന്റെ മെത്തക്കായിരിക്കുമല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പൊ കണ്ടുവരുന്നത്. ഈ മതമില്ല എന്ന് പറയുന്ന യുക്തിവാദികളും ആകെ എതിർക്കാനുള്ളത് ഇസ്ലാമിനെയാണ്. അപ്പൊ ഇവരും മതമില്ല എന്ന് പറയുന്ന ഇവരും പേരിൽ വന്നിട്ടുള്ളത് സൂഫി ഇസ്ലാമിക് ബോർഡ് എന്നാണ്. ഇസ്ലാമിന്റെ പേരാണ് ഇവരെടുത്തുക്കണത്. എന്നിട്ടോ അതിൽ ഇവർ തകർക്കാൻ പോണതോ ഇസ്ലാമിക ആശയധാരകളെ തകർക്കുള്ളൂ കേട്ടോ. അവിടെ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. ഇവരെ ലക്ഷ്യത്തിന് അവിടെ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. മറ്റു മതങ്ങളിലൊന്നും പ്രശ്നങ്ങളില്ല. എന്നാലും നമുക്ക് മതമില്ലേനും നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ സൂഫി ഇസ്ലാമിക ആശയത്തില് ഹിന്ദു, ക്രിസ്ത്യാനി, ബുദ്ധൻ തുടങ്ങിയവർ ഉൾപ്പെടാത്തത് കൊണ്ടാണല്ലോ എന്ത് ചെയ്യുന്നത്, ഇസ്ലാമിനെ മാത്രം എന്ത് ചെയ്യുന്നത്, ലക്ഷ്യാക്കുന്നത്. എന്നാലും മതമില്ലേനും. അപ്പൊ മാനവികതയും ധാർമ്മികതയുമാണ് ഇവർക്ക് ലക്ഷ്യമെങ്കിൽ എല്ലാ മതങ്ങളുടെയും ആശയങ്ങളെ ഒരുമിച്ച് പ്രതിരോധിക്കേണ്ടതല്ലേ? അത് എന്തായാലും നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇതുണ്ടാക്കിയ ആളുകളുടെ ലക്ഷ്യം വേറെയാണ്. ഇതുണ്ടാക്കിയ ആളുകൾക്ക് എന്തുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്. ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. അപ്പോ ഇതുവരെ മാനവികതക്കും ധാർമ്മികതക്കും ഒരു കാര്യം ഇവരോട് നമുക്ക് ചോദിക്കാം. എന്ത് ചെയ്യാ? മാനവികതക്കും ധാർമ്മികതക്കും എതിരായ, അല്ലെങ്കിൽ ഇവർ പറഞ്ഞ മനുഷ്യത്വത്തിന് എതിരായ, ഇസ്ലാമിൽ മാത്രമുള്ളതായ ഒരാശയധാര ഇവർക്ക് സ്ഥിരപ്പെടുത്താൻ പറ്റുമോ? അതുണ്ടെങ്കിൽ തെളിവുകൾ സഹിതം ഇവർക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ? അതായത് ഇസ്ലാം മതത്തിന്റെ ആശയങ്ങളിൽ എവിടെയെങ്കിലും മനുഷ്യത്വത്തിനെതിരായ ഏതെങ്കിലും ഒന്ന് ഇവർക്ക് തെളിയിക്കാൻ പറ്റുമോ? എന്നിട്ട് ഇസ്ലാമിക ആശയധാരകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ മതമില്ലാത്ത ഒരു സൂഫി ആശയധാര, ഒരുപാട് വാദങ്ങൾ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സൂഫികൾക്കെല്ലാം അനുവദനീയമാണ്. നല്ല സുഖാണല്ലോ. എല്ലാം അനുവദനീയമാണ് എന്ന് സൂഫികളെ സംബന്ധിച്ച് പറയുമ്പോ
കള്ളുകൂടി അനുവദനീയാവും, വ്യഭിചാരം അനുവദനീയമാകും, കഞ്ചാവ്, MDMA ഇതൊക്കെ അനുവദനീയമാവും. നിസ്കാരം വേണ്ടാന്ന് പറയാ, നോമ്പ് വേണ്ടാന്ന് പറയാ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ അനുവദനീയാണല്ലോ. സൂഫികൾക്ക് എന്തും അനുവദനീയാണല്ലോ. അപ്പൊ വായ തോന്നിയത് കോതക്ക് വട്ടെന്ന് പറഞ്ഞ പോലെ അവര് പറയുന്നതാണ് മതം. മതമല്ല, അവര് പറയുന്നതാണ് എന്ത്? മനുഷ്യത്വമുള്ള ആശയം. അവരെന്ത് പറയുന്നോ അതാണ് മനുഷ്യത്വമുള്ള ആശയം. അങ്ങനെ ഒരു ബോർഡാണ്ട് നിലവിൽ വന്നിട്ട് മതപരമായ ആശയങ്ങളെ മുഴുവനും എന്ത് ചെയ്യുക, തകർത്തെറിഞ്ഞിട്ട് മതമൊന്നും വേണ്ടാന്ന് കണ്ട് പറഞ്ഞിട്ട് ഇവരൊരു ബോർഡ് കണ്ട് നിലവിൽ വന്നിട്ട് ഇവരെന്താണോ പറയണത് അതായിരിക്കും എന്ത് ചെയ്യുക, മനുഷ്യത്വമുള്ള ആശയമായിട്ട് ഈ ലോകത്ത് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് വരിക. അപ്പൊ സൂഫി ഇസ്ലാമിക് ബോർഡ് എന്നിട്ട് കുറച്ച് ഇസ്ലാമിന്റെ പേരുള്ള കുറച്ച് കള്ളസൂഫികളെ കൊണ്ടിട്ട് ചേർക്കുമ്പോ ഇസ്ലാം എന്ന് കുറച്ച് ആളുകളെ അതിലേക്ക് പങ്കെടുപ്പിക്കാനും ഇസ്ലാമിനെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റുമല്ലോ. അങ്ങനെ ഗൗരവപരമായ ആശയങ്ങളുമായിട്ട് കടന്നു വരുന്ന ഈ സൂഫി സംഘടന ഇവരിപ്പോ പറയുന്നത് ബീരാൻ ഔലിയപ്പാപ്പന്റെ അവിടെ തന്നെ ഓഫീസ് തുടങ്ങാനുള്ള കാരണം ബീരാൻ ഔലിയപ്പാപ്പ മതമില്ലാത്ത ആളായിരുന്നു എന്നുള്ളതാണ്. ഖാജ തങ്ങൾ മതമില്ലാത്ത ആളായിരുന്നു, റസൂലുള്ളയും മതമില്ലാത്ത ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മതമില്ലാത്ത ആളായിരുന്നു. ഈ മതം എന്ന് പറയുന്ന പദം പോട്ടെ, നിയമസംഹിത ആ വേർഡ് ദീന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ആ ദീനിൽ ഇസ്ലാമുണ്ട്, ഈമാനുണ്ട്, ഇഹ്സാനുണ്ട്. അതിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവും, ഈമാൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവും, ഇഹ്സാൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവും, ഇത് മൂന്നനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയാണ് ആ പണ്ട് മുതലേ വന്നിട്ടുള്ളതും ലോകത്ത്. ഔസുൽ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി മതമില്ലാത്ത ആളാണ് എന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത്. റിഫായി ഷേഖ് മതമില്ലാത്ത ആളാണ്, ഖാജ തങ്ങൾ മതമില്ലാത്ത ആളാണ്. എന്നാലോ ഖാജ തങ്ങളും ഔസുൽ തങ്ങളും റിഫായി ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിം ഇവരൊക്കെ പഠിപ്പിച്ചെന്നതോ, ഇവരൊക്കെ പറഞ്ഞത് നിന്റെ ത്വരീഖത്ത് കിതാബ് സുന്നത്തിന്റെ മേൽ എടുക്കപ്പെട്ടതാണ്. ഈ കിതാബ് സുന്നത്തിന്റെ മേൽ എടുക്കപ്പെട്ടതാണ്. അപ്പൊ ഇവര് വ്യാഖ്യാനിക്കും ആ കിതാബ് വേറെയാണ്, ആ സുന്നത്ത് വേറെയാണ്. എന്നാ ഓസുല്ലം പറയുന്നതോ ഈ കിതാബിലുള്ള ആയത്തും ഈ കിതാബ് ഹദീസിലെ സുന്നത്തിലുള്ള ഹദീസുകളാണ്. അതല്ലാത്ത എന്തേലും പറയണ്ട. എന്നിട്ട് മാനവികതയും മനുഷ്യത്വത്തെയും ലോകത്തോട് എന്ത് ചെയ്ത് വിളംബരം ചെയ്തിട്ട് മൊത്തം സമുദായങ്ങളെയും മൊത്തം മതങ്ങളെയും ഒരുപോലെ ഒരു കുടക്കീഴിൽ നിർത്തിയിട്ട് തൻ്റെതായ ആശയങ്ങളെ താൻ നിലനിർത്തിയിട്ടും മറ്റുള്ള മതങ്ങളുടെ ആശയങ്ങളെ അവരുടേതായ നിലനിൽപ്പിൽ നിലനിർത്തിയിട്ടും മാനവികതയെ ഈ ലോകത്ത് പ്രകാശനം ചെയ്ത മഹത്തുക്കൾ മതമില്ല എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക ആശയധാരകളെ തച്ചുടക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് എന്ന് പറയുന്ന ഈ കള്ളസൂഫികളെ നമ്മൾ പടിക്ക് പുറത്ത് ആക്കൽ അനിവാര്യമാണ്. നമ്മളുടെ കേരള ജനതയും ഇന്ത്യൻ ജനതയും അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന് പറയുന്ന മതമില്ലാത്ത ഈ കള്ളസൂഫികളെ മതത്തിൽ നിന്നുകൊണ്ട് മാനവികതയെ പഠിപ്പിച്ചു കൊടുക്കുന്ന നമ്മൾ, മതത്തിൽ നിന്നുകൊണ്ട് മനുഷ്യത്വത്തെ അവതരിപ്പിച്ചു കൊടുക്കുന്ന നമ്മൾ, ഇവർക്കും മനുഷ്യത്വം എന്താണ് എന്ന് മതത്തിൽ നിന്നുകൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമാണ് സൂഫിസം. മതം വെടിയുക, മനുഷ്യനെ സ്നേഹിക്കുക. ദേശീയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്പോൺസേർഡ് സംഘടനയല്ല ഇത്. ഇതിൽ ഹുസൈനി ബ്രാഹ്മിൻസിൽപ്പെട്ടവരാണ് ഇതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന മഹാത്മാക്കൾ. ബോർഡ് എന്ന് പറയുന്നത് സനാതന ധർമ്മം പിൻപറ്റിക്കൊണ്ട്, അതായത് എല്ലാ മതസ്ഥരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു മേഖലയാണ് സൂഫി. അതായത് സൂഫികൾ എന്ന് പറയുന്നത് മതത്തെക്കാൾ കൂടുതൽ മനുഷ്യനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്നൊരു സംവിധാനമാണ്.